ലേഖനം ഞാൻ വായിക്കുമ്പോൾ പൗലോസിന് ഈ ചർച്ചുമായിട്ടുള്ള ബന്ധം ഒരു വാക്കെന്നെ പിടിച്ചു നിർത്തിയത് 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: ക്രിസ്തുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വാഞ്ചിക്കുന്നു. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുക. അവിടെ ചർച്ച് പയനിയർ ചെയ്ത് കഴിഞ്ഞിട്ട് 10 വർഷം ഇപ്പൊ കഴിഞ്ഞു. പൗലോസ് പറയുന്നത് വ്യക്തിപരമായി പെയിനിന്റെ നടുവിലാണ്, പ്രിസന്റെ നടുവിലാണ്. ക്രിസ്തുവിന്റെ ആർദ്രതയിൽ എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വാഞ്ചിക്കുന്നു. ഐ വാണ്ട് ടു സീ യു. ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? നമ്മൾ പറയും കാണാൻ ആഗ്രഹമുണ്ട്, വിൽ സീ യു എന്ന് പറഞ്ഞ് നിർത്തും. പക്ഷേ 1-ാം അധ്യായം 9 മുതൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയാണ് താൻ ചെയ്യുന്നത്. എന്നെ ചിന്തിപ്പിക്കുന്നത്, നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ എന്താ അവർക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? പൗലോസ് ചെയ്തത്, എനിക്ക് ക്രിസ്തുവിന്റെ ആർദ്രതയുണ്ട്, എനിക്ക് നിങ്ങളെ കാണണം, പക്ഷേ അടുത്ത വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാൻ ഒക്കുന്നത് ഒരു കാർ വാങ്ങിച്ചു കൊടുക്കുന്നതല്ല, കുറച്ച് പൈസ കൈ കൊടുക്കുന്നതല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പങ്കാളിയെ സ്നേഹിക്കുന്നെങ്കിൽ, the best gift you can give them is to pray for them. അതാ പൗലോസ് ഫിലിപ്പി ആൾക്കാർക്ക് വേണ്ടി 8-ാം വാക്യത്തിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് 9 മുതൽ പ്രാർത്ഥനയിലേക്ക് താൻ പോകുന്നു. സ്വന്തം കാര്യം മറന്നുകൊണ്ട്, പ്രിസണിൽ ഇരിക്കുന്നയാള് സ്വന്തം പെയിൻ മറന്നുകൊണ്ട് സ്നേഹത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പേഴ്സണൽ പ്രോബ്ലം മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി